Hello friends, Technique Malayalam വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ one of the popular smartphone ആയ Redmi 9 Prime ന്റെ പുതിയ സക്സസർ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. Redmi 10 Prime ആണ്. അപ്പോൾ Redmi 10 Prime പുതിയ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സും അതേപോലെ തന്നെ പുതിയ ഹാർഡ്വെയറും വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഇതിൽ ഒന്ന് രണ്ട് ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് എന്ന് വെച്ചാൽ ഒന്നതിനകത്ത് 90 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. പിന്നെ ഹീലിയോ G88 ഒക്ടകോ പ്രോസസ്സറാണ്. ഇന്ത്യയിൽ ആദ്യമായാണ് ഈ പ്രോസസ്സർ ഇറങ്ങുന്നത്. ഡെബ്യൂ ആണ് ഈ Redmi 10 Prime. പിന്നെ 50 മെഗാപിക്സൽ സെൻസറാണ് ഈ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ഒരു പുതിയ സെൻസറാണ്. ഈ സെൻസർ ഏതിൻ്റെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൾട്ടിപ്പിൾ വെൻഡേഴ്സാണ്. അപ്പോൾ നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല ഏത് സെൻസറാണ് യൂസ് ചെയ്യുന്നത്. എങ്കിലും 50 മെഗാപിക്സൽ സെൻസറാണ്. പിന്നെ 6000 mAh കപ്പാസിറ്റി ബാറ്ററിയും 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ആക്ച്വലി അറിയത്തില്ല. ഇതിൻ്റെ വില നമ്മൾ ഈ അൺബോക്സിങ് വീഡിയോ എടുക്കുന്ന സമയത്ത് അനൗൺസ് ചെയ്തിട്ടില്ല. എങ്കിലും എനിക്ക് തോന്നുന്നു ഒരു 12,000 താഴെ ആവാനാണ് ചാൻസ്. ഇപ്പോഴത്തെ മാർക്കറ്റ് ട്രെൻഡ് വെച്ച് നമുക്ക് വിലയൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാത്തിനെയും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചിപ്പാണെങ്കിലും പ്രോസസ്സറാണെങ്കിലും അങ്ങനെ എല്ലാ കാര്യത്തിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പഴയ വിലയ്ക്കൊന്നും സ്മാർട്ട് ഫോൺ ഇനി മുതൽ കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പം ഇതിൻ്റെയും വില ഒരു 12ൻ്റെ അടുത്തായിരിക്കാനാണ് എനിക്ക് തോന്നുന്ന ചാൻസ്. എങ്കിലും നമ്മൾ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ടൈറ്റിലോ ഇടാം വില അനൗൺസ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് Redmi 10 Primeൻ്റെ അൺബോക്സിങ്ങിലേക്ക് എടുക്കാം. വളരെ നല്ലൊരു പാക്കേജാണ് ഓഫർ ചെയ്യുന്നത്. നമ്മളിതിനെക്കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തായിരുന്നു. Redmi 10 ആയിരുന്നു ഗ്ലോബലിൽ ഇറങ്ങിയത്. അപ്പോൾ അന്ന് നമ്മൾ വീഡിയോ ചെയ്തായിരുന്നു. ഇത് Redmi 10 Prime ആണ് ഇന്ത്യയിൽ ഇറങ്ങുന്നത്. രണ്ടും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് Redmi 10 Primeൻ്റെ അൺബോക്സിങ്ങിലേക്ക് എടുക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ Redmi 10 Primeൻ്റെ അൺബോക്സിങ്ങിലേക്ക്. അപ്പോൾ നമുക്ക് Redmi 10 Primeൻ്റെ അൺബോക്സിങ്ങിലേക്ക് എടുക്കാം. ഇവിടെ 90 Hz ഫുൾ HD+ റെസൊല്യൂഷൻ എഴുതി കാണാം. നമുക്ക് കിട്ടിയിരിക്കുന്ന വൈറ്റ് കളറാണ്. ഇന്ത്യസ് നമ്പർ 1 സ്മാർട്ട് ഫോൺ ബ്രാൻഡ് ഒന്നും കൂടി എഴുതി കാണാം. ഇനി ബാക്കിൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എഴുതിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്വിക്കലി വായിക്കാം. 90 Hz ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ, അഡാപ്റ്റീവ് സിങ്ക് ഡോട്ട് ഡിസ്പ്ലേ, കോറിംഗ് ഗുറില്ല ഗ്ലാസ് 3 സപ്പോർട്ടാണ്. 50 മെഗാപിക്സൽ AI ക്യാമറ, അൾട്രാ വൈഡ് ഉണ്ട്, മാക്രോൺ ഡെപ്ത് സെൻസർ ഉണ്ട്. മീഡിയടെക്കിൻ്റെ ഹീലിയോ G88 ഒക്ടകോ പ്രോസസ്സറാണ്. 8 മെഗാപിക്സൽ AI സെൽഫി ക്യാമറയും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും, സപ്പോർട്ട്സ് 9 വാട്ട് റിവേഴ്സ് വയേർഡ് ചാർജിങ്, 6000 mAh കപ്പാസിറ്റി ബാറ്ററി, 18 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ആണ്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ, സ്പ്ലാഷ് പ്രൂഫ് നാനോ കോട്ടിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ഐഡിയ. 6GB 128GB സ്റ്റോറേജാണ് നമ്മുടെ കയ്യിലുള്ളത്. വേറെ ഒരു വേരിയൻ്റ് കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആസ്ട്രൽ വൈറ്റ് എന്ന് പറഞ്ഞ കളറാണ്. വളരെ ക്വിക്കായിട്ടൊന്ന് അൺബോക്സിങ് ചെയ്യാം. ബോക്സ് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണുന്നത് പവേർഡ് ബൈ റെഡ്മി എന്ന് പറഞ്ഞൊരു ബോക്സാണ്. ഇതിനകത്ത് നമുക്കൊരു സിം ഇജക്റ്റ് പിന്ന് കാണാം. പിന്നെ ഒരു സ്റ്റാൻഡേർഡ് കേസ്, ഒരു മാനുവലാണ് വരുന്നത്. മാനുവലിനകത്ത് നമുക്ക് കാണാം ട്രിപ്പിൾ സ്ലോട്ടാണ്, അതായത് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ കേസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് TPU കേസ്. ഞാൻ ഡീറ്റെയിൽ ആയൊന്നും പറയുന്നില്ല, കാരണം സ്റ്റാൻഡേർഡായി വരുന്ന TPU കേസ് തന്നെ വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കിട്ടുന്നത് ഫോണാണ്. ഫോണൊന്ന് പുറത്തേക്ക് എടുക്കാം. ഫോണിൽ ഇവിടെ നമുക്ക് വെക്കാം. അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് USB കേബിളും നോക്കാം. ഇതാണ് USB Type-C കേബിള്. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു അഡാപ്റ്ററാണ്. ഒരു 22.5 വാട്ട് അഡാപ്റ്ററാണ്. പക്ഷേ ഇത് ഫോൺ ആക്ച്വലി സപ്പോർട്ട് ചെയ്യുന്നത് 18 വാട്ടേ ഉള്ളൂ. പക്ഷേ 22.5 വാട്ട് അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഫോൺ ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് Redmi 10 Prime. അപ്പോൾ ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് ഒരു ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേൻ്റെ 90 Hz റിഫ്രഷ് റേറ്റാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു IPS LCD പാനലാണ് വരുന്നത്. IPS LCD പാനലാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു കളേഴ്സ് കുറച്ച് നല്ല വൈബ്രൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് കോൺട്രാസ്റ്റും അതേപോലെ കളേഴ്സും എല്ലാം തന്നെ കുറച്ചൊരു വൈബ്രൻ്റ് ആയി തോന്നി. ഈവൻ Redmi Note 10T 5G നമ്മൾ അടുത്ത് അൺബോക്സ് ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ പഞ്ചിയറായ കളേഴ്സാണ് എനിക്ക് തോന്നുന്നു. എങ്കിലും കുറച്ചൊന്ന് യൂസ് ചെയ്താലേ നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഇവിടെ നമുക്ക് 90 Hz റിഫ്രഷ് റേറ്റാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. അപ്പോൾ നമുക്കിവിടെ MIUI 12.5 ആണ്, ഗ്ലോബൽ വേർഷനാണ് കിട്ടുന്നത്. അപ്പോൾ MIUI നമുക്കറിയാം പുതിയ വേർഷനാണ് ഇത്. എന്താ പറയുക, ഇപ്പോൾ അടുത്ത് വന്ന ഡിവൈസസിലെല്ലാം നമുക്ക് കിട്ടിയ MIUI 12.5 ആണ് ഇതിലും വരുന്നത്. അപ്പോൾ MIUI 12.5 ഒരുപാട് ഒപ്റ്റിമൈസേഷൻസ് വന്നിട്ടുണ്ട്. നമ്മൾ Redmi Note 10Tൻ്റെയൊക്കെ അൺബോക്സിങ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു MIUI 12.5 വന്നിട്ടില്ല എന്ന് പറഞ്ഞത്. പക്ഷേ ഈ ഡിവൈസിൽ ഷോമി എന്താണെങ്കിലും നല്ലൊരു ഇതാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. MIUI 12.5 കൊടുത്തത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അതാണിപ്പോൾ വേണ്ടത്. ഏറ്റവും നല്ലൊരു UI പെർഫോമൻസ് കിട്ടുന്നത് MIUI 12.5. പിന്നെ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും റെഗുലർലി വരുന്ന എല്ലാ ഫീച്ചേഴ്സും തന്നെ കാണാൻ സാധിക്കും. നമുക്കിവിടെ കണ്ടില്ലേ എല്ലാ ഫീച്ചേഴ്സും തന്നെ
കിട്ടുന്നുണ്ട്. സ്പെഷ്യൽ ഫീച്ചേഴ്സ് പോയ ഗെയിം ടർബോ, ഫ്ലോട്ടിംഗ് വിൻഡോ, സെക്കൻഡ് സ്പേസ്, ഇങ്ങനെ എല്ലാ ഫീച്ചേഴ്സും തന്നെ കിട്ടുന്നുണ്ട്. MIUI 12.5 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 6GB RAM ആണ്. ഇതിനകത്ത് തന്നെ ഒരു 4GB RAM വേരിയൻ്റ് ഉണ്ട്. Redmi 10 Prime മീഡിയടെക്കിൻ്റെ ഹീലിയോ G88 ഒക്ടകോർ പ്രോസസ്സറാണ് വരുന്നത്. ഇനിയിപ്പോൾ സോഫ്റ്റ്വെയർ ഡിസ്പ്ലേ കഴിഞ്ഞ് നമുക്ക് ഡിസൈൻ ലാംഗ്വേജ് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കാണുന്ന ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ്. താഴത്തെ ബെസൽസ് കുഴപ്പമില്ലാത്ത രീതിയിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ബാക്ക് പാനലിൽ നമുക്ക് കിട്ടുന്ന ഒരു 50 മെഗാപിക്സൽ സെൻസറാണ്. അതേപോലെ ഒരു 8 മെഗാപിക്സൽ അൾട്രാ വൈഡും 2 മെഗാപിക്സൽ മാക്രോം 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസറാണ്. ഒരു AI ക്യാമറയാണ് സെറ്റപ്പ് വരുന്നത്. നല്ലൊരു ക്യാമറ ഡിസൈൻ സെറ്റപ്പാണ് വരുന്നിരിക്കുന്നത്. കാരണം ഒരു റെക്റ്റാങ്കുലർ എഡ്ജസ് ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു ഭംഗിയുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്ക് പാനലിൻ്റെ കാര്യമാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു മാറ്റ് ഫിനിഷാണ്. നല്ലൊരു മാറ്റ് ഫിനിഷാണ്. വൈറ്റ് കളറാണ് നമ്മുടെ വേരിയൻറ്റ്. നല്ലൊരു സോഫ്റ്റ് മാറ്റ് ഫിനിഷാണ്. ഇത് ഗ്ലാസ് അല്ല, ഇത് പോളികാർബണേറ്റ് ആണ്. റെഡ്മി ബ്രാൻഡിങ് കാണാം. അപ്പോൾ ഇത് കുറേയൊക്കെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് റെഡ്മി നോട്ട് 10 കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഇതിലും പറയാം. സൈഡിലൊരു സിൽവർ കളറാണ് കൊടുത്തിരിക്കുന്നത്. പവർ ബട്ടനും ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ഇൻക്ലൂഡഡ് ആണ്. വോളിയം കീസ് കാണാം. ഇവിടെ നമുക്ക് സിം ട്രേ കാണാം. താഴത്താണെങ്കിൽ നമുക്കിവിടെ ഒരു USB Type-C പോർട്ടും സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. മുകൾ ഭാഗത്ത് നമുക്ക് വീണ്ടും 3.5mm ഓഡിയോ ജാക്കും സ്പീക്കർ യൂണിറ്റുമാണ്. ഡ്യുവൽ സ്പീക്കേഴ്സാണ് വരുന്നത്. അപ്പോൾ ഓവറോൾ ഡിസൈൻ ലാംഗ്വേജിൻ്റെ കാര്യം പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതൊരു 6000 mAh കപ്പാസിറ്റി ബാറ്ററി ആണെങ്കിലും എനിക്ക് തോന്നുന്നു വെയിറ്റ് അത്രയ്ക്ക് അധികം ഇല്ല. അതൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റാണ്. കാരണം ബാറ്ററീൻ്റെ കപ്പാസിറ്റി കൂടുന്തോറും ഹൈ ഡെൻസ് ബാറ്ററി വരുമ്പോൾ സാധാരണ വെയിറ്റും തിക്നെസ്സൊക്കെ കൂടും. പക്ഷേ ഇവിടെ നമുക്ക് നല്ലൊരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതേപോലെ തന്നെ നല്ലൊരു ഇൻഹാൻഡ് ഫീലും ഉണ്ട്. വളരെ കോമ്പാക്റ്റ് ആയിട്ട് തോന്നി. 6000 mAh കപ്പാസിറ്റി ബാറ്ററി ആണെങ്കിലും നല്ലൊരു ബാറ്ററി വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡിസൈൻ ലാംഗ്വേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ക്യാമറയിലോട്ട് വരാം. ഇവിടെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 50 മെഗാപിക്സൽ ക്യാമറയാണ് വരുന്നത്. നമുക്കിവിടെ വീഡിയോ റെക്കോർഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ ആകെ 1080p റെസൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. മാക്രോ വീഡിയോ ഉണ്ട്. 4K 1080p 60 FPS ഇല്ല. പിന്നെ പോർട്രേറ്റ് മോഡ്. മോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 50 മെഗാപിക്സൽ മോഡ്, നൈറ്റ് മോഡ്, ഷോർട്ട് വീഡിയോ, അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ക്യാമറ സാമ്പിൾസ് ഒന്ന് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് Redmi 10 Prime എന്നെടുത്ത ക്യാമറ സാമ്പിൾസ്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് ക്യാമറാസ് വന്നിരിക്കുന്നത്. കളേഴ്സിൻ്റെ കാര്യമാണെങ്കിലും നല്ല കളേഴ്സാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഷാർപ്നെസ് ലെവൽസ് എബോവ് ആവറേജ് എന്ന് പറയാം. നമ്മൾ ഡീറ്റെയിൽ ടെസ്റ്റ് ചെയ്താലേ നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും നല്ല ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വേണ്ട ഒരു ക്വാളിറ്റിയൊക്കെ നമുക്കിതിൽ എക്സ്പെക്ട് ചെയ്യാം. അത് കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഇനീഷ്യൽ ടെസ്റ്റിങ്ങിൽ കൂടുതൽ ടെസ്റ്റ് ചെയ്താലേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ഇതിനകത്തൊരു 8 മെഗാപിക്സൽ സെൽഫി ക്യാമറയും ഇൻക്ലൂഡഡ് ആണ്. ഇനി ഇതിൻ്റെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹീലിയോ G88 ഒക്ടകോർ പ്രോസസ്സറാണ്. ഇത് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഈ പ്രോസസ്സർ വരുന്നത്. ഹീലിയോ G88 എന്ന് പറഞ്ഞാൽ ഹീലിയോ G85ൻ്റെ ഒരു സ്ലൈറ്റ്ലി മോഡിഫൈഡ് വേർഷനാണ്. പ്രത്യേകിച്ച് 90 Hz റിഫ്രഷ് റേറ്റും സ്ലൈറ്റ് പെർഫോമൻസ് ഇൻക്രീസ് ഉണ്ട്. 1080p റെസൊല്യൂഷനിൽ 90 Hz സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഡിഫറൻസ് വരുന്നത്. ബാക്കി എല്ലാം കൊണ്ട് തന്നെ ഹീലിയോ G88 ഓൾമോസ്റ്റ് ലൈക്ക് ഹീലിയോ G85 തന്നെ പറയാം. ചെറിയൊരു ഒബ്വിയസ് പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഇതിന് എക്സ്പെക്ട് ചെയ്യാം. ബാക്കി എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത ഒരു ഡിവൈസായിട്ട് എനിക്ക് തോന്നുന്നു. ഇതിനകത്ത് 6000 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. പക്ഷേ ഒരു ഡൗൺ സൈഡ് എന്താ വെച്ചാൽ 18 watt ഫാസ്റ്റ് ചാർജിങ് വരുന്നുള്ളൂ. അത് ഓൾമോസ്റ്റ് ലൈക്ക് നല്ലൊരു സമയം എടുക്കും. എനിക്ക് തോന്നുന്നു 2.5 hours മുകളിൽ എന്താണെങ്കിലും എടുക്കേണ്ടതാണ്. കാരണം 6000 mAh കപ്പാസിറ്റി ബാറ്ററി 18 watt ഒരുപാട് സമയം എടുക്കും. പക്ഷേ ബഡ്ജറ്റ് സെഗ്മെൻറ്റ് എനിക്ക് തോന്നുന്നു ഇതൊരു പ്രോസസ്സർ ലിമിറ്റേഷൻ കൂടിയാണ് ഹീലിയോ G88ന്. ഇതിൽ കൂടുതൽ സ്പീഡ് സപ്പോർട്ട് ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ഇത് റെസ്ട്രിക്ഷൻ വരുന്നത്. അപ്പോൾ ഇതായിരുന്നു ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു ബഡ്ജറ്റ് ഡിവൈസാണ് Redmi 10 Prime. എല്ലാം കൊണ്ടും തന്നെ നല്ലൊരു പാക്കേജാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ഇതിൻ്റെ വില നമുക്കിപ്പോൾ അറിയില്ല. എനിക്ക് തോന്നുന്നത് അറൗണ്ട് 12,000 ആവാനാണ് ചാൻസ്. അതിലും കൂടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കുറയാൻ ചാൻസ് ഉണ്ട്. പക്ഷേ കൂടാനാണ് ചാൻസ്. കാരണം ഇപ്പോഴത്തെ നമുക്കറിയില്ല പ്രൈസിങ് ഒക്കെ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. കാരണം എല്ലാത്തിനും കോസ്റ്റ് കൂടി. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 11,999 ആണ്. പ്രൈസ് അനൗൺസ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ടൈറ്റിലോ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു Redmi 10 Primeൻ്റെ അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.